ആരാടി അപ്പുറത്ത് വന്നേ? അറുമുഖം തമ്പി അവിടെ തിരുനാളെ തിരക്കി വന്നതാ. ഇതിനു മുമ്പും 2-3 തവണ അയലൂടെ വന്നിട്ടുണ്ടല്ലോ. നിന്റെ അപ്പൂപ്പനും ആ മുട്ടാളിനുമായിട്ട് എന്താ ബന്ധം? അമ്മായിയപ്പന്റെ ബന്ധങ്ങളെ പറ്റി മരുമകളായ അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? നമസ്കാരം സാർ. സാറെന്താ രാവിലെ? വേണ്ടപ്പെട്ട പ്രതികളാരെങ്കിലും? എന്റെ അണികളിൽ ആർക്കെങ്കിലും ജാമ്യം വേണമെങ്കിൽ ഞാൻ ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ സുകുമാരപ്പിള്ളേ? ഒരു ലോക്കൽ കോള് പോരെ? ചേട്ടനെ ഒന്ന് കാണാമെന്നതാ. കക്ഷി ഇവിടെ ഇല്ലേ? സാറിരിക്കെ, ഒരു കേസിൽ തുമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. തുറക്കടാവായ തുറക്കാൻ. കോൺസ്റ്റബിൾ സഹദേവന്റെ അടുത്ത് നിന്റെ കളി വേണ്ട. സത്യം പറ, തൊണ്ടി എവിടെയാടാ വെച്ചിരിക്കുന്നത്? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോ? കഴിഞ്ഞ പ്രാവശ്യം നീ ഇവിടെ വന്ന് കോഴിയുമായിട്ടാ, ഇപ്രാവശ്യം വന്ന് സൈക്കിളുമായിട്ട്. ഇക്കണക്കിന് പോയാൽ നീ പ്ലെയിനും റാഞ്ചി കൊണ്ട് വരുമല്ലോടാ. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി നിന്റെ ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടത്തിനായി. വായി തുണി കുത്തി കേട്ടിട്ട് ഇടിച്ച ഇവൻ എങ്ങനെ സത്യം പറയാൻ സഹദേവാ? അതെ, വായിന്ന് തുണി എടുത്തിട്ടിടിച്ച ഇവൻ ചിലപ്പോ സത്യം പറഞ്ഞു, പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അവനെ അവിടെ എങ്ങാനും കളഞ്ഞേച്ചു വാ. നിന്നെ കാണാൻ നിന്റെ അനിയൻ വന്നിട്ടുണ്ട്. എന്ത് പാരയും കൊണ്ട് അവൻ ഇത്തവണ വന്നിരിക്കുന്നത്? പാരയൊന്നും ഞാൻ കണ്ടില്ല. നകുലൻ സാറ് വെറും കൈയോടാ വന്നത്. സാറ് ഇതെന്താ എന്നോടില്ലാത്ത ഒരു ബഹുമാനം എന്റെ അനിയനോട്? കതറിട്ടവരെനിക്ക് ദൈവത്തെ പോലെയാ. യവനൊക്കെ എപ്പോഴാ ആഭ്യന്തരമന്ത്രി ആണെന്ന് ആര് കണ്ടു? അത് മാത്രമല്ല, നിന്റെ അനുജന്റെ മുഖത്തിന് ഇപ്പോഴേ ഒരു മുഖ്യന്റെ ഫേസ് കട്ടുണ്ട്. ഇവിടെ എടാ കോഴിത്തങ്കപ്പ, ആ പോയത് ആരാന്നറിയാമോ? തിരുവിതാംകൂർ മഹാരാജാവിന്റെ സേനയിലുണ്ടായിരുന്ന ഒരു അച്യുതക്കുറുപ്പ് പടത്തലവനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? കേരള ചരിത്രം പഠിക്കാതാവോടാ മോട്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് പെട്ടെന്ന് 300 രൂപയുടെ ഒരു അത്യാവശ്യം? ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അണ്ടൂർ കോണം സദാശിവ സാറിന് ഊണിന്ന് നമ്മുടെ വീട്ടിലാ. അതെന്താ, അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയോ? ചേട്ടൻ ഒരുമാതിരി പോലീസുകാരെ പോലെ സംസാരിക്കരുത്. അണ്ടൂരാനോ സൽക്കരിക്കാൻ പാർട്ടിക്കകത്ത് വടംവലിയ. അങ്ങേർക്ക് ഭരണത്തിലുള്ള പിടി ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. പുള്ളിക്കാരനൊന്ന് വിരൽ അനക്കിയാ മതി, ചേട്ടൻ നാളെ ഉടുമ്പൻചോല സ്റ്റേഷനിൽ ഇരിക്കും. ഒറ്റ അടി വെച്ചെന്നും ചേട്ടൻ നിക്കാൻ സമയമില്ല. രൂപത്താ ഊണ് കൊടുത്താ പോരെ, ഉണ്ണാൻ കൈക്കൂലിയും കൊടുക്കണോ? അയ്യോ ചേട്ടാ, കൈക്കൂലി കൊടുക്കാനല്ല കാശ്. പിന്നെ അമ്മച്ചിയുടെ പതിവ് ചക്കക്കുരു തോരനും മാങ്ങാ ചമ്പന്തിയും കൊണ്ട് ഒരു ജില്ലാ നേതാവിനെ സൽക്കരിക്കുന്നത് എങ്ങനെയാ? കുറച്ച് കായും ഞണ്ടും കരിമീനും മേടിക്കണം, അതിനാ 300 രൂപ. ഇന്ന് എത്രയാ തീയതി? 21. 5-ാം തീയതി കഴിഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരന്റെ പോക്കറ്റ് കേരളത്തിലെ ഖജനാവ് പോലെ കാലിയായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നീ എങ്ങനെയാടാ ഒരു നേതാവാകാൻ പോകുന്നത്? എടാ, ചാരവൃത്തി പോലത്തെ സൈഡ് ബിസിനസ് ഒന്നും ഇല്ലാത്ത ഒരു ലോക്കൽ പോലീസുകാരന്റെ വരുമാനം കൊണ്ട് 4 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് കഴിയേണ്ടത്. അങ്ങോട്ട് മാറിയിരിക്കും. നിനക്ക് ഷർട്ടും മുണ്ടും ഇങ്ങനെ വടി പോലെ ഇട്ടോണ്ട് നടക്കാനും എന്റെ ശമ്പളത്തിൽ നിന്ന് പെറുക്കണം. എന്തിന്? കഴിഞ്ഞ തവണ നീ പാർട്ടി മാറിയപ്പോ തല മൊട്ടയടിച്ച പോലും എന്റെ കാശുണ്ടല്ലേടാ. ചേട്ടാ ഒന്ന് പതുക്കെ, എന്റെ ഇമേജ്. നിന്റെ ഇമേജ് നിലനിർത്താൻ കൂടിയാ ഈ ചെറുപ്രായത്തിൽ ഞാൻ ഇത്രയും വലിയൊരു കടക്കാരനായി തീർന്നത്. പെങ്ങളൊരുത്തി പുര നിറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 3-4 അവളെ പറഞ്ഞേക്കണമെന്ന് വല്ല വിചാരം നിനക്കുണ്ടോ? രൂപ ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലില്ല, അണ്ടൂർ കോണത്തിന് ഞണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കാശില്ല. ആ ഇപ്പോഴേ അഴിമതിക്കാരനാകണ്ടല്ലോ എന്ന് കരുതി അടങ്ങിയിരുന്നത്. ഇനി അഴിമതി ചെയ്യിച്ചേ അടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. എന്താണിത്? രസീത് ബുക്കാ. ടൗണിലൊന്നും കറങ്ങി നോക്കാം. ഞണ്ട് വാങ്ങാതെ പറ്റില്ലല്ലോ, നേതാവല്ലേ. എന്തോരം കല്ല ആശം പെറുക്കിയാലും തീരത്തില്ല. ചുമ്മാ അല്ല ഇപ്പോഴത്തെ മനുഷ്യർക്ക് മൂത്രത്തിൽ കല്ല് കാണുന്നത്. നീ ഇങ്ങ് പോന്നോടാ. ഞാനോർത്ത് നീ രാത്രിയിലെ വരുവുള്ളായിരിക്കും. ചേച്ചി എന്തിയേ? എടി ചേച്ചിയെ. എന്തിനാടാ? അമ്മയും ചേച്ചിയും കൂടി ഇതൊന്ന് വേഗം കറിയാക്കാൻ നോക്ക്. അണ്ടൂർ കോണം സദാശിവൻ സാർ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാൻ വരും. അയ്യോ, അവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നോടാ. അണ്ടൂരാന് മാത്രമല്ല, നാളത്തെ പ്രധാനമന്ത്രിക്ക് വരെ അമ്മയുടെ ഈ പൊന്നു കൈകൊണ്ട് വിളമ്പി ഉണ്ണാനുള്ള യോഗം വരും. അയ്യടാ, തന്നെത്താനെ ഉണ്ടോളൂ. അത് വാരി വായിൽ വെച്ച് ഊട്ടണോ? ചേച്ചിക്ക് വെളച്ചിൽ ഇത്തിരി കൂടുന്നുണ്ട്, അധികം വേണ്ട കേട്ടോ. എന്റെ പച്ചിലോട്ട് ഭഗവതി, കരിമീനെ കണ്ട കാലം മറന്നു. നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന്റെ 1 മാസം മുമ്പാ ഇവിടെ കരിമീൻ മേടിച്ചത്. അയ്യോ, ഞണ്ട് നമ്മുടെ ചന്തയിൽ ഇതൊക്കെ കിട്ടുകൂടാ മോനെ? കാശ് കൊടുത്ത എന്താ അമ്മ കിട്ടാത്ത? എന്റെ ഭഗവതി, ചതിച്ചോ? എന്താ അമ്മേ? കോഴി ഇറച്ചി വീട്ടിൽ കയറ്റി പോരുന്നത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടാ. അമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണ്ട. ആഹാ, എനിക്കിഷ്ടമല്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അപ്പൂപ്പൻ അച്യുതക്കുറുപ്പ് പടത്തലവൻ നാട് നീങ്ങിയിട്ടല്ലാതെ ഈ വീട്ടിൽ ഇനി കോഴി ഇറച്ചി കണ്ടുപോരുത്. ഇവിടെ എന്നിറച്ചി വാങ്ങിച്ചിട്ടുണ്ടോ അന്നൊക്കെ കളവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അമ്മ ഇങ്ങനെ അന്ധവിശ്വാസി ആയാലും എങ്ങനെയാ? 1-2 തവണ ഇറച്ചി മേടിച്ചപ്പോ അപ്പൂപ്പൻ വന്നിട്ടുണ്ട് എന്ന് കരുതി എപ്പോഴും വരണമെന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പോയി 2 ആഴ്ചയല്ലേ ആയുള്ളൂ. ഔഷധ സേവയും തേച്ചുകൂളിയൊക്കെ നടത്തി 1 6 മാസമെങ്കിലും കഴിയാതെ ചിറ്റപ്പന്റെ വീട്ടിൽ നിന്ന് കക്ഷി കെട്ടിവിട്ടു തോന്നുന്നുണ്ടോ?
ഉണ്ടോ? ആരെങ്കിലും അബദ്ധത്തിന് പേരൊന്ന് ഉച്ചരിച്ചാ മതി, സ്വിച്ച് ഇട്ട പോലെ കേറി വരുന്ന എനവാ. ഭർത്താവിന്റെ അച്ഛനാണ്, വയസ്സനാണ്, കാര്യമൊക്കെ ശരിയാ. വന്ന് കയറിയാ പിന്നെ 4 മാസം കഴിയാതെ ഇറങ്ങുവോ? എന്നാ ഉള്ളത് ഈ പങ്ക് കഴിച്ച് അടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്കണം. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി തലയിടും. രാവിലെ അറുമുഖം വന്ന് അന്വേഷിച്ചു പോയപ്പോ തൊട്ട് എനിക്ക് ആദ്യാ. ഇപ്പൊ കോഴിയിറച്ചിയും കൂടെ ആയപ്പോ എല്ലാമായി. എന്റെ ഏറ്റുമാനൂരപ്പാ, ഇനി എന്തൊക്കെ കോടാലിയാണോ വരാനിരിക്കുന്നത്. അപ്പൂപ്പനെ പേടിച്ചിറച്ചി വെക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതെടുത്ത് അടുത്ത വീട്ടിൽ അലക്സിന്റെ പട്ടി കൊടുത്തരെ. ചേച്ചിയുടെ ജോലിക്കാരും സൂചിപ്പിക്കാലോ എന്ന് കരുതിയ ഉച്ചയ്ക്ക് കണ്ടുവരാൻ ഉണ്ടാ ക്ഷണിച്ചത്. നേരാണോ? അയ്യോ അമ്മ അത് അറിഞ്ഞില്ല മോനെ. ഇവക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയായിരുന്നെങ്കിൽ വലുതായിട്ടൊന്നും കൊടുക്കാതെ ആരുടെയെങ്കിലും കൂടെ ഇറക്കി വിടായിരുന്നു. നിനക്കേ ഉള്ളട മോനെ കുടുംബസ്നേഹം. ഇറച്ചി അമ്മ ഇപ്പൊ ശരിയാക്കാം. എടി മോനെ, ഇതൊക്കെ എടുത്തു പാടി. ആ പിന്നെ പടത്തലവും വന്ന് കേറാതിരിക്കാൻ വേണ്ടി മക്കൾ അമ്പലത്തിൽ ചെന്ന് 2 വെടി വെച്ചേച്ചു വാ. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ പെൺകുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജലജകുമാരി എത്ര വരെ പഠിച്ചു? BA. ടൈപ്പ് ഷോർട്ട് തന്നെ പാസ്സായിട്ടുണ്ട്. ആ വെരി ഗുഡ്. ആ ഒരു ആപ്ലിക്കേഷൻ ഇരിക്കുന്നതാ. 3-4 കോർപ്പറേഷൻ നമ്മുടെ കയ്യിലുള്ളതല്ലേ, ശരിയായി കളയാം. ഇറച്ചി വിളമ്പട്ടെ? താറാവാണോ? അയ്യോ കോഴിയാ. ആ താറാവിനേക്കാൾ എനിക്കിഷ്ടം കോഴിയാ. ഒരു മുഴുത്ത കഷ്ണം നോക്കിങ്ങിട്ടെ. ഓ ആരുമില്ലേ ഇവിടെ? ഊണ് കഴിച്ചു കാണുമെന്ന് ഞാൻ ശങ്കിച്ചു. ഇല്ല, കൃത്യസമയത്തിന് തന്നെ എത്തി. തപ്പടി. ഓഹോഹോ, എന്റെ ശ്രീപത്മനാഭ, എത്ര കൂട്ടം കറികളാ! ഇത് അറിഞ്ഞിരുന്നേ ഞാൻ വയറിളക്കിയേച്ചും വരുമായിരുന്നല്ലോ. ആഹാ, കോഴിക്കറി ഉണ്ടോ? നീ എങ്ങനെ അറിഞ്ഞു ദേവയാനിയെ ഞാൻ ഇന്ന് വരുമെന്ന്? ഇതിനാ പറയുന്നത് മനപ്പൊരുത്തമെന്ന്. കേട്ടോ കൊച്ചനെ, എന്നെ മനസ്സിലായില്ലേലും എനിക്കാളെ മനസ്സിലായി. ഞാൻ അവിട്ടം തിരുന്നാൾ അച്യുതക്കുറുപ്പ്, വലിയ പടത്തലവൻ. എവിടെ അപ്പൂപ്പനാ? ഒറ്റയ്ക്കേ ഉള്ളോ? വീട്ടുകാരും വന്നില്ലയോ? ഇല്ല. ആദ്യത്തെ കാഴ്ച ഒറ്റയ്ക്കാവുന്ന നല്ലത്. ഇട്ടപ്പെട്ടയ്ക്ക് മതിയല്ലോ വീട്ടുകാരെ കൊണ്ട് കാണിക്കുന്നത്. ഇദ്ദേഹം ആരാണെന്ന് വെച്ചാ അച്ഛനെ സംസാരിക്കുന്നേ? നീ മിണ്ടരുത്, മിണ്ടരുത് ദേവയാനി, മിണ്ടരുത്. ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ 2 ദിവസം മുമ്പ് എന്നെ അറിയിച്ചാലെന്താ? തേങ്ങു ആവുവോ? എവിടെ അച്ഛനെ ചത്തിട്ടുള്ളൂ. കൈക്കും കാലിന് സ്വാധീനമുള്ള 2 ആമക്കളെ കൂടി നിനക്ക് തന്നേ ചെല്ലു അവൻ പോയത്. അവന്മാരുടെ ഒരുത്തിനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ മേലായിരുന്നോ? ആ പ്രകാരം പറഞ്ഞിട്ട് വേണോടി ഞാൻ ഇത് അറിയാൻ. നീ ഉണ്ണടാ കൊച്ചനെ, ഞങ്ങൾ കുടുംബകാര്യം പറഞ്ഞതാ. നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് വിസ്തരിച്ച് സംസാരിക്കാം. ഉണ്ണുന്നതിനിടെ സംസാരിച്ചാലേ ഊണിനോടുള്ള ആത്മാർത്ഥത കുറയും. നീ എന്തുവാടിയെ ദേവയാനിയെ പന്തം കണ്ട പെരിച്ചാഴ പോലെ നിൽക്കുന്ന? ചോറ് വിളമ്പടിയേ? അല്ല പിന്നെ. ആ ചേട്ടൻ ഇവിടെ ഇരുന്നങ്ങനെ ഉണ്ണാൻ നോക്ക്. അവരെണീക്കാനിരുന്ന ഇന്ന് സ്റ്റേഷനിൽ പോക്കുണ്ടാവില്ല. നേതാക്കന്മാര് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതിയായിരുന്നല്ലോ. എന്നാൽ ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരും. അച്യുതക്കുറുപ്പ് പടത്തലവൻ എത്തിയിട്ടുണ്ട്. അപ്പൂപ്പനോ? എപ്പോ? മോനെ നകുല, എനിക്കവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രായം ഇത്തിരി കൂടിയാലെന്താ, തറവാട്ടിൽ പിറന്നവന്റെ ലക്ഷണമുണ്ട്. നിനക്ക് പെണ്ണിനെ ഇഷ്ടമായോ? അയ്യോ അപ്പൂപ്പ, അണ്ടൂരാൻ സാർ. അണ്ടൂരാൻ സാർ പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല. പിന്നെ സാറ് ഞങ്ങളുടെ ഇസഡ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റാ. ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ചതാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? മൂപ്പില എന്നെ മൂപ്പില അതിന്റെ തന്തയാടാ. നിന്നോട് ആര് പറഞ്ഞടാ ഈ രാഷ്ട്രീയ കൂഷ്മാണ്ടത്തിനെ പിടിച്ച് വീട്ടിൽ കയറ്റാൻ? അവന്റെ മുഖം കണ്ട അറിയത്തില്ലയോ കള്ളരാന്ന്? നീയൊക്കെ കൂടി നാടോ കട്ടുമുടിച്ചു. ഇപ്പൊ വീടുകൾ കയറി ഇറങ്ങി നടക്കുക, തിന്നു കുടിക്കാൻ. മര്യാദക്ക് സംസാരിച്ചില്ല നീ ഇങ്ങോട്ടോ? എന്താ എന്താ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? പോലീസുകാരനൊരുത്തനകത്തിരുന്നിട്ടാണോ ഈ അലവലാതിയെ വീട്ടിൽ വിളിച്ചിട്ട് സൽക്കരിച്ച്? എന്തിനാടാ നീ പോലീസ് എന്നും പറഞ്ഞ് നടക്കുന്നത്? പ്രായമായ ഒരു പെങ്കത്തുള്ള വീടായത്. യവന്മാരാണ് അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ജനവും. അച്ഛൻ ഇത് എന്തിന്റെ എനക്കടാ? വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെ അപമാനിക്കരുത്. ജലതിക്കൊരു ജോലി മിണ്ടരുത്. അകത്ത് പോ, അകത്ത് പോകാനാണ് പറഞ്ഞത്. ആണുങ്ങൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? അച്യുതക്കുറുപ്പിന്റെ തറവാട്ടിലെ പെണ്ണുങ്ങൾ വാതലിന്റെ പുറകെ മറിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ. പുറത്തുകൊണ്ട് കളയണ ആശ്രീയത്തിനെ മിടിച്ചു നോക്കുന്നേ. അകത്ത് പോടി. അല്ല പിന്നെ വേറൊന്നും വിചാരിക്കരുത്. അപ്പൂപ്പനൊരു തികഞ്ഞ രാജഭക്തനാ. ഈ രാജഭരണം അവസാനിപ്പിച്ചതും രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതും രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവരെ കാണുന്നതേ ചതുർത്ഥിയ. നിങ്ങളൊക്കെ വെറും നാറികളെ. എന്നാ പുള്ളിയുടെ അഭിപ്രായം അങ്ങയുടെ കയ്യിലിരുന്ന് എന്താണെന്ന് ശ്രദ്ധിച്ചോ? അത് വടിയല്ല, വാള, വടിവാള. അത് ഊരിയാ പിന്നെ രക്തം കാണാതെ ഉറയിലോട്ട് തിരിച്ചിടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ക്രമസമാധാന നില താറുമാറാകുന്നതിന് മുമ്പ് സാർ ഇവിടുന്ന് വേഗം പൊക്കോ.
എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ നകുലന്റെ വീടായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ എന്നെ ചൗരം ചെയ്ത് കളയോടാ, പോടാ പോ. സർവ ആ തണ്ടി ആ തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അപ്പൂപ്പൻ ഇതുവരെ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ചെയ്തത് എനിക്കങ്ങ് സുഖിച്ചു. നീ എന്തിനാടാ പോലീസ് എന്നും പറഞ്ഞ് നടക്കുന്നത്? ആ ചീളിനെ ഇറക്കി വിടാൻ ഒരു പടത്തലവൻ വരേണ്ടി വന്നില്ലയോ? ആ അപ്പൂപ്പ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ഒരു പിടികിട്ടാ പുള്ളിയെ തപ്പാനുണ്ട്. ഞാൻ മടങ്ങുന്നവരെ കാക്കണ്ട. സന്ധ്യക്ക് മുമ്പ് അപ്പൂപ്പൻ ഇവിടുന്ന് തിരിക്കുകയാണെങ്കിൽ ബസ്സിൽ അധികം തിരക്കുണ്ടാവില്ല. അതൊന്നും ഓർത്ത് എന്റെ മക്കള് വിഷമിക്കണ്ട. അപ്പൂപ്പൻ കാത്തിരിക്ക. ആ മക്കളെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ചുക്കറകണ്ണം പാക്കരന്റെ കടയിൽ നിന്ന് അച്ചപ്പവും അരിയുണ്ടയും ലഡുവും ജിലേബിയും ഒക്കെ വാങ്ങിച്ചിരുന്നു. കണക്കൊന്നും ഞാൻ ചോദിച്ചില്ല. ചക്രൻ നീ തരുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. കൊടുത്തേക്കണേ. എന്നിട്ട് അരിയുണ്ട അച്ചപ്പൊക്കെ എവിടെ? അത് ഞാൻ അപ്പോഴേ അവിടെ വെച്ചേ തിന്നു. മക്കൾക്ക് വേണമായിരുന്നോ? വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു. ഒച്ചത്തിൽ സംസാരിച്ചിട്ടാണോന്ന് അറിയില്ല. ഉണ്ടത് ദഹിച്ച്. ദേവേനി, ദേവേനിയേ, ചോറ് മിച്ചരിപ്പുണ്ടാടി. ഓ ഉണ്ടേ. കൊണ്ടുപോട്ടെ, തല ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിരിക്കാൻ പറ. അങ്ങനെയെങ്കിലും മനുഷ്യന് ഇത്തിരി സ്വൈര്യം കിട്ടട്ടെ. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ശ്രീപത്മനാഭ. ജലതയെ പെണ്ണ് കാണാൻ ആരോ വരുന്നെന്ന് പ്രഭാര എന്തിനാ എന്നോട് പറഞ്ഞു? യെസ് ഡോക്ടർ പ്രഭാകരൻ. ആ പറയൂ. ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. താനെ കാട്ടുന്നോ? ആ മനസ്സിലായി മനസ്സിലായി. വ്യാസ ഫാർമസി അല്ലേ? പിന്നെ നമ്മുടെ പ്രോഡക്ട്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളുടെ പൂക്കുല ലേഹ്യവും കേശ സമൃദ്ധിനിയും ഒക്കെ ഒന്ന് തിരിച്ചെടുത്ത് ഞങ്ങളുടെ അലമാര ഒന്ന് ഒഴിച്ചു തന്നാ ഉപകാരമായി. കുറെ കാലമായിട്ട് വെറുതെ സ്ഥലം മെനക്കെടുത്തുവാ. വിൽപ്പന കുറവാണല്ലേ? കുറവെന്നല്ല, തീരെ ഇല്ല. പിന്നെ നമ്മുടെ ആ ഊർജ 35 എങ്ങനെയുണ്ട്? ആ പെട്ടി പൊട്ടിച്ചതേ ഇല്ല. എന്താണെന്നറിയില്ല, ഡോക്ടറുടെ കമ്പനിയുടെ പ്രോഡക്ട്സിനോട് കസ്റ്റമേഴ്സിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഓ, ബിസിൽ പഠിക്കുന്നില്ല പണ്ടാരം. ബിസില് അതിവിടെ പണ്ടാരം ഇവിടെ പറഞ്ഞാ. അതെ, ഞാനത് വേണ്ട പോലെ ചെയ്യാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. പ്രോഡക്റ്റ് വിൽക്കാന്ന് വെച്ചാൽ അവന്മാരുടെ ജോലിയാണ്. ചുമ്മാ STD ഇങ്ങോട്ട് വിളിച്ച് ചെലവാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ വാഴ കഴിയാനാ? ഓ അമ്മുക്കുട്ടി, എന്താ നമ്മളിന്ന് സ്കൂൾ ബസ് നേരത്തെ വന്നു? പിന്നെ അച്ഛൻ മോള് വരാൻ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. എന്താ കാര്യം എന്നറിയോ? സത്യം പറയണം, കള്ളം പറയാൻ പാടില്ല. ആ അങ്ങനെയാണെ പറ. ഇന്ന് മോടെ ടെസ്റ്റ് എങ്ങനെ ഇരുന്നു? മിടുക്കി. ആ അമ്മുക്കുട്ടി അച്ഛന്റെ നടി വാങ്ങി. എന്താ അച്ഛൻ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് മോള് കഴിക്കാത്തെ? ആ ഇനി മറക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ടൈം പീസ് പറഞ്ഞ നേരാണോ? ടൈം പീസ് പിന്നെ എന്തോ പറഞ്ഞു? ആ പോയി മോളെ, മീശ പൂവൻ പോയി. അയ്യോ, ഇനി എപ്പോഴാ വരിക? അയ്യോ എന്റെ പൊന്നുമോളെ, നീ അതൊന്നും ചോദിച്ച് അച്ഛനെ വിഷമിപ്പിച്ച് കളയല്ലേ. ഇവിടുന്ന് പറഞ്ഞയച്ചതിന്റെ പാട് തന്നെ അച്ഛനെ അറിയത്തുള്ളൂ. അല്ലേ നിന്റെ തള്ള ഒരുത്തിയുണ്ട്, അവളെങ്കിലും അത് മനസ്സിലാക്കണം. മമ്മി ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കല്ലോ. എന്തോന്ന്? മമ്മിയെ തള്ളേന്ന് വിളിച്ചത് അച്ഛൻ വിളിച്ചില്ലല്ലോ. പിന്നെ ഇപ്പം വിളിച്ചതാ. ആ മമ്മിയെ തള്ളേന്ന് വിളിക്കാൻ നേരത്തല്ലേ മോള് പറഞ്ഞ വിളിച്ചാ മമ്മി എടുത്ത് പറഞ്ഞു. ഓ ഇന്ന് മലക്കറികളൊന്നും വേണ്ടേ? ആ ഇന്നിനി ഒന്നും വേണമെന്നില്ല. ഓ അച്ഛാ, ഓ ഒരു കാര്യം തന്നില്ല. എന്താ മോളെ? ഉമ്മ. ഓ മമ്മിയെ അച്ഛൻ തള്ളേന്ന് വിളിച്ചിട്ടില്ല.